ഒരു 300 രൂപ മാറ്റി വെച്ചാൽ വയറ് നിറയെ നല്ല മീനും കൂട്ടി ഊണ് കഴിക്കാം. കൂടെ ഇതാ ഈ നീണ്ടു കിടക്കുന്ന വേമ്പനാട്ടുകായൽ തീരത്തിരുന്ന് നല്ല കാഴ്ചകളും കാണാം. അപ്പോൾ എല്ലാവരും പോര് പാലാക്കരയ്ക്ക്. മത്സ്യഫെഡ് പാലായിക്കേരി ഫിഷ് ഫാം ആൻഡ് അക്വ ടൂറിസം സെന്റർ എന്നാണ് നമ്മുടെ സ്ഥാപനത്തിന്റെ പേര്. എറണാകുളം വൈക്കം റൂട്ടിൽ കാട്ടിക്കുന്ന് എന്നുള്ള സ്ഥലത്താണ് നമുക്ക് മത്സ്യഫെഡിന്റെ ഈ പാലായിക്കേരി ഫിഷ് ഫാം സ്ഥിതി ചെയ്യുന്നത്. ചെമ്പ് ഗ്രാമപഞ്ചായത്തിലാണ്. ഇപ്പൊ ഈ ബണ്ടിലേ എല്ലാം സെയിം മീനാണോ? അതെ അതെ. ഇപ്പൊ നമ്മൾ ഗിഫ്റ്റ് തിലാപ്പിയാണ് ഗിഫ്റ്റ് തിലാപ്പിയ എന്ന് പറയുന്ന മത്സ്യമാണ് പ്രധാനമായിട്ടും കേജിൽ കൾച്ചർ ചെയ്യുന്നത്. അതുകൂടാതെ കരിമീൻ പോലെയുള്ള മീനുകളും നമുക്ക് കേജിൽ കൾച്ചർ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. ചേട്ടാ കിട്ടിയോ? പിടക്കണ കരിമീൻ കേട്ടില്ലല്ലോ. നക്കാണ് 120 ഏക്കറാണ് നമ്മളെ കുളം വരുന്നത് അല്ലേ? അതിൽ കരിമീന്, പിന്നെ കക്ക, ഞണ്ട്, ചെമ്മീന്, കാര, ഒറ്റവയ്ക്ക് മീനെല്ലാം ഉണ്ട്. പ്രവൃത്തി ദിവസങ്ങളിൽ 250 രൂപയും ശനി ഞായർ പൊതുവ ദിവസങ്ങളിൽ 300 രൂപയാണ് ഒരാൾക്ക് നിലവിൽ ചാർജ്. അതിൽ വിത്ത് മീൽസ് അടക്കമാണല്ലോ. മീൽസ് അടക്കം ഉച്ചഭക്ഷണം ഉണ്ടാവും. ഒരു ചായ, ഒരു ചെറിയ കപ്പ് ഐസ്ക്രീം, പെഡൽ ബോട്ടിങ്, തുഴവഞ്ചി പോലുള്ള ആക്ടിവിറ്റീസ് ഇതെല്ലാം ഉൾപ്പെടെയാണ് നമുക്ക് ഈ ഒരു എമൗണ്ട് വരുന്നത്. നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ കരിക്കും വെള്ളം, നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ കരിക്കും വെള്ളം. ബ്രോ, ആ ഇതെങ്ങോട്ടാ വരുന്ന ബോട്ട് സർവീസ് ഒക്കെ? നമുക്ക് KSINCയും മത്സ്യഫെഡുമായി ചേർന്നുകൊണ്ട് നടപ്പിലാക്കുന്ന മത്സ്യായനം ട്രിപ്പ് എന്ന് പറയുന്ന ഒരു ട്രിപ്പ് നമ്മൾ നടപ്പിലാക്കണം. KSINCയിൽ നിന്ന് നമ്മുടെ സന്ദർശകർ ബുക്ക് ചെയ്ത് ആളുകളെ മറൈൻ ഡ്രൈവിൽ നിന്ന് നമുക്കൊരു 12:30 കൂടി നമ്മുടെ ഫാമിൽ എത്തിക്കും. ഇവിടുന്ന് അവർ ഭക്ഷണമൊക്കെ കഴിച്ച് കൊച്ചി മറൈൻ ഡ്രൈവിൽ നിന്ന് ഇവിടെ എത്തിക്കും. അപ്പോൾ അതിൽ നമുക്ക് ഇവിടെ നമ്മുടെ ഫാമിൽ വന്നതിന് ശേഷം ഇവിടുത്തെ ഭക്ഷണം അതുപോലെ തന്നെ ബോട്ടിംഗ് ആക്ടിവിറ്റികളെല്ലാം കഴിഞ്ഞിട്ട് അവരൊരു 3 മണിയോടുകൂടി ഇവിടുന്ന് തിരിച്ച് മറൈൻ ഡ്രൈവിൽ എത്തിക്കും. ഏകദേശം 5 മണിക്കൂറോളം കായൽ യാത്ര തന്നെ അതിൽ വരുന്നുണ്ട്. ആ ബോട്ടിംഗ് ചാർജ് എത്ര വരും? ഫെയർ 999 രൂപയാണ് നിലവിൽ പാക്കേജ് വരുന്നത്. കണ്ടു മോഹിച്ചു അപ്പോൾ താഴെ ഞാൻ നീന്തി ചെന്നാ പൂവ് പൊട്ടിച്ചു. KSINCയുടെ ബോട്ടുകൾ ഇങ്ങനെ ഇവിടെ വന്ന് നിൽക്കും. ആ ബോട്ടിൽ യാത്രക്കാരുണ്ടാവും. അപ്പോൾ നന്നായി ഇവിടെ വന്ന് ഇങ്ങനെ കറങ്ങി നടന്ന് ഭക്ഷണം കഴിച്ച് നല്ല ചില്ല ഔട്ട് ചെയ്ത് ഇങ്ങനെ പോവാം. നിലവിൽ നമുക്ക് സ്പീഡ് ബോട്ട് സർവീസ് വേറെ ഉണ്ടോ? സ്പീഡ് ബോട്ട് സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു 150 രൂപ പെർ ഹെഡ് കൊടുത്തുകൊണ്ട് നമുക്കൊരു ചെറിയ ബോട്ട് യാത്ര പുറത്തോടെ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഒരു 20 മിനിറ്റ് പുറത്ത് വേമ്പനാട് കായലിൽ. നമ്മളിപ്പോ പ്രോപ്പർ നിൽക്കുന്ന കോട്ടയം ജില്ലയിൽ. ഇതിന്റെ അപ്പുറത്തെ ഭാഗം ആലപ്പുഴ, അങ്ങോട്ടുള്ള ഭാഗം എറണാകുളം. നമ്മൾ കോട്ടയം ജില്ലയിലാണ് നമ്മുടെ ഫാം സ്ഥിതി ചെയ്യുന്നത്. കോട്ടയം ജില്ലയിൽ കുറച്ച് മാറിക്കഴിഞ്ഞാൽ എറണാകുളം, ഇപ്പുറത്തെ ഭാഗത്തേക്ക് മാറിക്കഴിഞ്ഞാൽ ആലപ്പുഴ. അങ്ങനെ 3 ജില്ലകളിലെ ഏകദേശം എത്തിപ്പെടാൻ പറ്റുന്ന ഒരു ഇടത്തായിട്ടാണ് നമ്മുടെ ഫാം സ്ഥിതി. മീൻ കറിയായി. തിലാപ്പിയ ഫ്രൈ ആക്കണം. ചോറിന്റെ കൂടെ കൊടുക്കണതാ ഒരു പീസ്. ഇത് കക്കയിറച്ചി. ഇതൊക്കെ സ്പെഷ്യലായിട്ടാണ്.
ഭക്ഷണം കഴിച്ചാ? ആ, നമ്മളെ കഴിപ്പിച്ചിട്ട് അവർ കഴിക്കുമെന്ന് പറയുന്നത്. 3 കൂട്ടം കറികൾ, അതായത് സാമ്പാർ ഉണ്ടാവും, പുളിശ്ശേരി ഉണ്ടാവും, മുളകിട്ട മീൻകറി, ചൂരമീനാട്ടോ, പിന്നെ മെഴുക്ക് പുരട്ടി, അതുപോലെ തന്നെ അവിയൽ, അച്ചാറ്, പപ്പടം, ഇതെല്ലാം കൂട്ടിയാണ് ടിക്കറ്റ് ചാർജ്. ഞാൻ പറഞ്ഞില്ല, വെറും 300 രൂപയേ ഉള്ളൂ. 300 രൂപ കൊടുത്താൽ നല്ല വയറ് നിറച്ച് ഭക്ഷണം. ഇനി അഡീഷണലി വേണമെങ്കിലും നമുക്ക് കരിമീനോ ഞണ്ടോ കക്ക റോസ്റ്റോ ഇതല്ലേ സിലോപ്പിയ പൊരിച്ചത്, ഇതൊക്കെ അഡീഷണലി വേറെ വാങ്ങണം. വന്നു കഴിഞ്ഞാൽ ആർത്തുല്ലസിച്ച് നല്ല ഭക്ഷണം എല്ലാം കഴിച്ച് വയറും മനസ്സും നിറച്ച് മടങ്ങാം. ഒരു 1 ഡേ ട്രിപ്പിനൊക്കെ പറ്റിയ ഡെസ്റ്റിനേഷൻ പോയിൻ്റാണ്. ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് വിട്ടേക്കട്ടെ. അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.